മണലൂർ നിയോജക മണ്ഡലത്തിൽ തപാൽ വോട്ടിൽ ക്രമക്കേട് ആരോപിച്ച് UDF റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട UDF ഹൈക്കോടതിയെ സമീപിക്കും. 160 പോസ്റ്റൽ വോട്ടുകൾ മണ്ഡലത്തിൽ അസാധുവായെന്നും ഇത് പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് UDFന്റെ ആരോപണം. ലെവിൻ കെ വിജയൻ നൽകും വിവരങ്ങൾ. ലെവിൻ, മണലൂർ, ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവസാന നിമിഷം അവിടെ LDF പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് കണ്ടത്, നമ്മളെ കാഴ്ചകളാണ് കണ്ടത്. ഈ UDFന്റെ ആരോപണം എന്താണ് ഇപ്പോൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട്? അരുണ്യ, EVM വോട്ടിംഗ് എണ്ണി പൂർത്തീകരിച്ചപ്പോൾ 1400-ലധികം വോട്ടുകളുടെ ലീഡാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന C രവീന്ദ്രനാഥിനുണ്ടായിരുന്നത്. പിന്നാലെ തപാൽ വോട്ടുകളുടെ എണ്ണം എണ്ണി പൂർത്തീകരിച്ചതോടുകൂടി സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷമായി 126 വോട്ടുകളുടെ ഭൂരിപക്ഷമായി LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ UDF ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തപാൽ വോട്ടുകൾ ക്രമാതീതമായി അസാധുവാക്കപ്പെട്ട നടപടിയിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ് UDFന്റെ ആരോപണം. സ്ഥാനാർത്ഥിയായ TN പ്രതാപന്റെ ചീഫ് പോളിംഗ് ഏജന്റ് ആയിട്ടുള്ള CC ശ്രീകുമാറാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് പോളിംഗ് ഡ്യൂട്ടിക്കായി കൗണ്ടിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നുമാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉയർത്തുന്നത്. 160 പോസ്റ്റൽ വോട്ടുകൾ കൂട്ടത്തോടെ അസാധുവായിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. ഈ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകാനാണ് UDFന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ബാലറ്റിന്റെ കൗണ്ടർ ഫോയിൽ കൂടി അയക്കാൻ പോളിംഗ് ഓഫീസർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസാധുവാകാൻ ഇടയായത് സാഹചര്യങ്ങളടക്കം പരിശോധിക്കും. ഏതായാലും ഇത് സംബന്ധിച്ച് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും നിലവിലെ സാഹചര്യത്തിൽ വോട്ടെണ്ണലടക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടുമാണ് UDF ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ മുതിർന്ന നേതാവ് AICC സെക്രട്ടറി ആയിട്ടുള്ള TN പ്രതാപന്റെ തോൽവി ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്താകെ UDF തരംഗം അലയടിച്ചപ്പോഴും ഇതുവരെ പരാജയമറിയാത്ത TN പ്രതാപൻ മണലൂരിൽ 126 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും വലിയ അങ്കലാപ്പിലാണ് UDF ക്യാമ്പ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് TN പ്രതാപനും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടക്കമുള്ള ആളുകൾ UDF കേന്ദ്രങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അരുണ്യ. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.